السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. قصيدة البرديലെ 86 വരി ഇമാം ബൂസീരി റഹിമഹുല്ലാ പറയുന്നു: وأحيت السنة الشهباء دعوته حتى حكت غرة في العصر الدهوم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأحيت السنة الشهباء വെളുത്തുപോയ വർഷങ്ങളെ ജീവസുറ്റതാക്കി സജീവമാക്കി ദഅവത്തുഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. ഹത്താ ഹക്കത്ത് എത്രത്തോളം ആ വർഷം സാദൃശ്യമായി ഉറത്തൻ ഒരു വെളുത്ത പൊട്ടുപോലുള്ള അല്പം നുള്ള് രോമങ്ങൾ പോലെ കറുത്ത കുതിരയുടെ ശരീരത്തിൽ കാണുന്ന നെറ്റിത്തടത്തിൽ കാണുന്ന വെളുത്ത അല്പം രോമങ്ങൾ പോലുള്ള ആ ഒരു വെണ്മയോട് തുല്യമായി. എവിടെയാണ് ആ വെണ്മ നിൽക്കുന്നത്? ഫിൽ അഴ്സുരിദ്ദുഹുമി, കറുത്ത കാലഘട്ടങ്ങളിൽ. ഇവിടെ ഒന്ന് രണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ല ഈ വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായി അതിനെ പറഞ്ഞാൽ, മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം, വരൾച്ച കൊണ്ട് സസ്യലതാദികളോ കൃഷികളോ ഒന്നുമില്ലാതെ കടുത്ത വരൾച്ച കൊണ്ട് ഭൂമി മുഴുവനും ഉണങ്ങി നിൽക്കുകയാണ്. അറേബ്യയിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളും അറിയുന്നവർക്കറിയാം. അവിടെ നമ്മുടെ നാട്ടിലേതുപോലെ സമൃദ്ധമായി സസ്യങ്ങളും പുല്ലുപുഷ്പങ്ങളും ഒന്നും ഉണ്ടാകാത്ത ഇടമാണ്. മൊട്ടക്കുന്നുകളും അതുപോലെ മരുഭൂമിയും നിറഞ്ഞ സ്ഥലമാണ്. അവിടെ ആ കാലഘട്ടത്തിൽ കടുത്ത വരൾച്ച കാരണമായി വെള്ള നിറത്തിലേക്ക് ആ പ്രദേശമാകെ മാറിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളമില്ല, പച്ചപ്പില്ല. അതുകൊണ്ട് വെളുത്ത നിറത്തിൽ നിൽക്കുന്ന ആ ഭൂമിയെ അവിടുത്തെ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സജീവമാക്കുകയാണ്. അഥവാ മഴയെ തേടുന്ന ഒരു പ്രാർത്ഥന കൊണ്ട് ആ പ്രദേശത്ത് നല്ല മഴ ലഭിക്കുകയും അതിലൂടെ സസ്യലതാദികളെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്, ഹത്താ ഹക്കത്ത്. അങ്ങനെ ആ കാലഘട്ടം അത് സാദൃശ്യമായി എന്തിനോട്? ഗുറത്തൻ, ഒരു വെണ്മയോട്. ആ എങ്ങനത്തെ വെളുത്ത നിറമാണ്? ഫിൽ അഴ്സുരുദ്ദുഹിമി, നല്ല സമൃദ്ധമായ ക്ഷേമൈശ്വര്യമുള്ള കാലഘട്ടം. സമൃദ്ധമായ മഴ ലഭിച്ചു, ഭൂമികളെല്ലാം സജീവമായി, എല്ലായിടത്തും കൃഷികളുണ്ട്, പച്ചപ്പുണ്ട്. ദൂരെ നിന്ന് പച്ചപ്പിലേക്ക് നോക്കുന്ന, നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഭാഗത്തേക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് കറുത്തിരുണ്ടതായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഴ ലഭിച്ചു സമൃദ്ധമായ കാലഘട്ടങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന നടന്ന കാലഘട്ടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അത് കറുത്തിരുണ്ട കുതിരയുടെ നെറ്റിത്തടത്തിൽ കാണുന്ന ഒരു നുള്ള് വെളുത്ത രോമം പോലെയാണ്. അത്രയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലമായിരുന്നു അത്. അതാണ് ഈ വരിയുടെ ആശയം. ഇത് വിരൽ ചൂണ്ടുന്നത് സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ ഒരു ഹദീസിലേക്കാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സ്വഹാബി ഓടി വരുന്നത്. അവിടുന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് ആവലാതി ബോധിപ്പിക്കുകയാണ്, ഹബീബായ മുത്തുനബിയെ, ഹലക്കത്തിൽ അംവാലു, സമ്പത്തുകളെല്ലാം നശിച്ചിട്ടുണ്ട്, എല്ലാവരും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്, കഠിനമായ ദുരിതമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവലാതി ബോധിപ്പിക്കുകയാണ്. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്യേണ്ട സമയം തെളിഞ്ഞ വെളുത്ത നിറത്തിലുള്ള ആകാശം പെട്ടെന്ന് ഇരുണ്ടുകൂടുകയാണ്. അവിടെ കാർമേഘങ്ങൾ ചുറ്റിലും എത്തുകയാണ്. തുരുതുരാ മഴ പെയ്യുകയാണ്. നബില്ല, മദീന കണ്ട ഏറ്റവും നല്ല മഴ സമൃദ്ധമായി പെയ്യുകയാണ്. എല്ലായിടത്തും വെള്ളം ആയി നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും 2 ദിവസവും കഴിഞ്ഞു, ഒരാഴ്ചയായി. അത് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന അതേ സ്വഹാബി വീണ്ടും ഒരു അപേക്ഷയുമായി വരികയാണ്, നബിയെ, വീടുകളൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്, വല്ലാതെ പ്രയാസമുണ്ട്, മഴ ഒന്ന് നിർത്തിത്തരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ക്ഷണം കൊണ്ടുവന്ന മഴയായതിനാൽ തങ്ങളുടെ ഓർഡർ കിട്ടാതെ തിരിച്ചു പോകില്ല. ആയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇഷാറത്താക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, ഞങ്ങളുടെ ചുറ്റിലും ചുറ്റുഭാഗത്തേക്കും മഴ വേണം, ലാ അലൈന, ഞങ്ങളുടെ നേരെയല്ല, ഞങ്ങൾക്ക് പ്രതികൂലമാകുന്ന മഴ വേണ്ട. അതേസമയം മലഞ്ചെരുവുകളിലും മലമുകളിലും മഴ പെയ്തിട്ട് ആവശ്യമായ വാദികളിൽ വെള്ളം നിൽക്കണം, വെള്ളം കെട്ടി നിൽക്കേണ്ട തടാകങ്ങളിൽ വെള്ളം സമൃദ്ധമായി ഉണ്ടാകണം. ആ സമയം ആ മേഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ പ്രകാരം ചുറ്റുഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടങ്ങളിൽ മഴയുണ്ട്, മദീന മഴയിൽ നിന്ന് തെളിഞ്ഞു. ആ ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കാലാവസ്ഥാ വ്യതിയാനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം കൊണ്ട്, അവിടുത്തെ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ഏത് ആവശ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അവിടെ ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ തടവിക്കൊടുക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന എന്ത് ആശയമാണോ ആ രീതിയിൽ നബി തങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാത്തിനും അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തി, അത് അൽ വസീലത്തുൽ ഉദ്മാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഉത്തമ ബോധ്യമുള്ളവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. അതുകൊണ്ടാണ് അവിടുത്തെ തേടിക്കൊണ്ട് സ്വഹാബത്ത് ഏത് ആപൽ ഘട്ടങ്ങളിലും മുത്തുനബി തങ്ങളെ സമീപിക്കുന്നത്. അതാണ് അന സയ്യിദു വുൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞത്. ആപൽ ഘട്ടങ്ങളിൽ വിളിച്ചു തേടാനുള്ള, സഹായം അഭ്യർത്ഥിക്കാനുള്ള നേതൃത്വമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. ആ ഒരു ആശയത്തിന് അടിവരയിടുന്ന സംഭവമാണ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലേക്കാണ് ഇമാം ബൂസീരി റഹിമഹുല്ലാ വിരൽ ചൂണ്ടുന്നത്. അവിടുന്ന് പറയുകയാണ്, നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ എല്ലാ മേഖലകളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.